പോരാട്ടത്തിന്റെ TCVയുടെ പോരാട്ടത്തിന്റെ രഥം വടക്കാഞ്ചേരിയുടെ മണ്ണിൽ. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങളും വിഷയങ്ങളുമായി ഒരിക്കൽ കൂടി TCV വടക്കാഞ്ചേരിയുടെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ തിരഞ്ഞെടുപ്പുകളിലും TCV അതാത് മേഖലയിലെ വിഷയങ്ങൾ ജനങ്ങളിൽ നിന്നറിയാൻ, അതിനെക്കുറിച്ച് ഓരോ കക്ഷികളുടെയും പ്രതിനിധികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അതാത് മണ്ഡലങ്ങളിൽ എത്താറുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ തൃശൂർ ജില്ലയിലുള്ള മണ്ഡലങ്ങൾ, ഒന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം, മറ്റൊന്ന് ആലത്തൂരും ചാലക്കുടിയും. ആലത്തൂരിന്റെ ലോക്സഭാ ഭൂശാസ്ത്രം പറയുമ്പോൾ തൃശൂർ ജില്ലയിൽ നിന്ന് 3 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്: കുന്നംകുളവും വടക്കാഞ്ചേരിയും ചേലക്കരയും. 3 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞ് ഒതുക്കിക്കളയാനാവില്ല. വലിയൊരു വിഭാഗം ജനങ്ങൾ ആലത്തൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങളെ നിർണയിക്കുന്നത് ഈ 3 മണ്ഡലങ്ങളിലുള്ള വോട്ടുകൾ നിർണായകം തന്നെയാണ്. അങ്ങനെ പോരാട്ടരഥം, TCVയുടെ പോരാട്ടരഥം വടക്കാഞ്ചേരിയുടെ മണ്ണിൽ എത്തി നിൽക്കുമ്പോൾ കക്ഷികളുടെ പ്രതിനിധികളായി UDFന് വേണ്ടി ശ്രീ അജിത് കുമാർ, ഇടതുമുന്നണിക്ക് വേണ്ടി ശ്രീ സേവ്യർ ചിറ്റിലപ്പിള്ളി, BJPക്ക് വേണ്ടി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് എന്നിവർ വന്നിരിക്കുന്നു. പോരാട്ടത്തിന്റെ ഒരു രീതിശാസ്ത്രം ഇപ്പോൾ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന നിലയിലേക്ക് ജനങ്ങൾക്കുള്ളിൽ അറിയാം. വികസന വിഷയങ്ങളാണ് നമ്മൾ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലൂന്നിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് കക്ഷികളുടെ പ്രതിനിധികളെയും ഒപ്പം തന്നെ വിവിധ വികസന വിഷയങ്ങൾ ചോദിക്കാൻ എത്തിയവരോട് നമ്മൾ പറയുകയാണ്. ആദ്യം തന്നെ അതാത് മേഖലയിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച്, ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾ UDFന്റെ സ്ഥാനാർത്ഥി KA ഷീബ, ഇടതുമുന്നണിക്ക് വേണ്ടി ശ്രീ PK ബിജു, അതുപോലെ തന്നെ ഷാജിമോൻ വട്ടേക്കാട്ട് BJPക്ക് വേണ്ടി. ഈ 3 സ്ഥാനാർത്ഥികളെ കുറിച്ചും കക്ഷികളുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചും എല്ലാം ഒരു 3 മിനിറ്റ് വീതം കക്ഷികളുടെ പ്രതിനിധികൾ സംസാരിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ശ്രീ അജിത് കുമാർ 3 മിനിറ്റ് വീതം സമയം എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2014 ഏപ്രിൽ 10 ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന UPA ഗവൺമെന്റിന്റെയും കേരളം ഭരിക്കുന്ന UDF ഗവൺമെന്റിന്റെയും വികസന നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റിൽ നിന്ന് KA ഷീബ മത്സരിക്കുന്നത്. ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരൻ്റെതായ, പാവപ്പെട്ടവൻ്റെതായ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഏറ്റവും മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് 10 വർഷം UPA സർക്കാർ ഭരിച്ചത്. നമുക്കറിയാം, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ ഈ രാജ്യത്തെ പാവപ്പെട്ട യുവാക്കൾക്ക് സ്കിൽ ഡെവലപ്മെന്റ്, ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, സ്വയം തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM പദ്ധതി, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സമ്പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള NRHM പദ്ധതി, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഗവൺമെന്റ് പാസ്സാക്കിയ നമുക്കറിയാം ഭക്ഷ്യസുരക്ഷാ പദ്ധതി, 82 കോടി ജനങ്ങൾക്ക് സൗജന്യ നിരക്കിൽ കൃത്യമായ അളവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം നടത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി, അതുപോലെ തന്നെ ഈ രാജ്യത്ത് അഴിമതി തടയുന്നതിന് വേണ്ടി പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ഏറ്റവും ഒടുവിൽ പാസ്സാക്കുകയും ചെയ്ത ലോക്പാൽ, ഈ അടിസ്ഥാനപരമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റവും മുൻതൂക്കം കൊടുത്ത സർക്കാരാണ് UPA സർക്കാർ. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ഭൂപരിഷ്കരണം നടപ്പിലാക്കി എന്ന് ഇടതുപക്ഷം വാദിക്കുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് ഭൂമിയില്ലാത്തവരായിട്ടുണ്ട്. 2 ലക്ഷം പേരാണ് കേരളത്തിൽ ഭൂരഹിതരായ, ഒരു സെന്റ് ഭൂമി പോലും തലയാക്കാനില്ലാത്തവർ. 2 ലക്ഷം പേരിൽ 1 ലക്ഷം പേർക്ക് ഈ ഗവൺമെന്റ് ഭൂമി കൊടുത്തു. 1 ലക്ഷം പേർക്ക് ഏതാനും മാസങ്ങൾക്ക് ഭൂമി കൊടുക്കുന്ന നടപടിക്രമം പൂർത്തിയാക്കി. ഈ സംസ്ഥാനത്ത് പെൻഷൻ അർഹതയുള്ള മുഴുവൻ ആളുകൾക്ക് ഏകദേശം 15 ലക്ഷം പേർക്ക് കഴിഞ്ഞ മാസം പെൻഷൻ അനുവദിച്ചുകൊണ്ട് സമ്പൂർണ്ണ പെൻഷൻ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിച്ചു. കാരുണ്യ ലോട്ടറി നടപ്പിലാക്കിക്കൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ആരോഗ്യ മേഖലയിൽ ഏറ്റവും ഉയർന്ന ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഈ രാജ്യത്തുണ്ടാക്കി. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിന്റെ ഭാഗമായി നമുക്കറിയാം ജനനി സുരക്ഷാ യോജന പോലെയുള്ള സമഗ്രമായ പദ്ധതികൾ, പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവത്തിന്റെ മുഴുവൻ ചെലവും, അതുപോലെ തന്നെ കുട്ടിയെ 1 വർഷം ആവുന്നത് വരെയുള്ള മുഴുവൻ ചെലവും വഹിക്കുന്ന സൗജന്യമായി ആ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു പ്രവർത്തനം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തി. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ മറ്റേ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെ നേരിടുന്നതിന് വേണ്ടി അതിശക്തമായൊരു നടപടി ഈ ഗവൺമെന്റ്, കൊലപാതക രാഷ്ട്രീയം ഈ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന, നമുക്കറിയാം ഈ രാജ്യത്ത് വധശിക്ഷ നിരോധിക്കണം എന്ന് പറഞ്ഞ ഇടതുപക്ഷം
ഈ രാജ്യത്ത് വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ഗുണ്ട മാഫിയകളെ അടിച്ചമർത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സംവിധാനം ഈ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കി. അതുപോലെ തന്നെ ഞാൻ മറ്റു മെട്രോ റെയിലിന്റെ കാര്യത്തിലോ വിമാനത്താവളത്തിന്റെ കാര്യത്തിലോ ഉയർന്ന വ്യവസായ സംവിധാനങ്ങളുടെ കാര്യമോ ഞാൻ പറയുന്നില്ല. അടിസ്ഥാനപരമായി പാവപ്പെട്ടവന്റെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കൊടുത്ത ഒരു സർക്കാരാണത്. ശരി, ശരി, കൂടുതൽ അതിലേക്ക് വരാം. നമുക്ക് 3 മിനിറ്റ് സമയം എല്ലാവരും പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ കോൺഗ്രസേതര BJP ഏതര ഒരു ഗവൺമെന്റ് രൂപപ്പെടുത്തുന്നതിനാവശ്യമായ ഒരു ബദൽ രൂപീകരിക്കുന്നതിന് ആവശ്യമായ നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു ബദൽ ഇന്ത്യക്ക് അനിവാര്യമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന വിലക്കയറ്റം മുതൽ നാം അനുഭവിക്കുന്ന എല്ലാ ജീവിത ദുരിതങ്ങളും നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളാൽ നയിക്കപ്പെടുന്ന കോർപ്പറേറ്റ് ഭരണം എന്ന നിലയ്ക്ക് നമ്മുടെ ജനാധിപത്യ ഭരണ സമ്പ്രദായം ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ഒക്കെ മാറി. ആ ജനാധിപത്യ ഭരണ സമ്പ്രദായം മാറിയിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. പാചകവാതക സിലിണ്ടറിന്റെ വില 2009 ഉണ്ടായിരുന്നത് വെറും 298 രൂപയാണ് ഒരു കുറ്റി സിലിണ്ടറിന്. ഇപ്പോൾ അതിന്റെ വില 450 മുതൽ 1300 രൂപ വരെയാണ് 4 കൊല്ലം കൊണ്ട്. ഇങ്ങനെയുണ്ടായ വിലവർധനവിന് നേതൃത്വം നൽകുന്നത് 5 സംസ്ഥാനത്ത് കോൺഗ്രസ് പരാജയപ്പെട്ടതിന്റെ പിറ്റേ ദിവസമാണ്. ആ വിലക്കയറ്റത്തെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ധനകാര്യമന്ത്രി ചിദംബരം പാർലമെന്റിനകത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ചിദംബരം ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ രാജ്യത്ത് വികസനത്തിനെതിരായി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന കോൺഗ്രസിനെതിരായി ഫലപ്രദമായ ഒരു നിലപാട് സ്വീകരിക്കാൻ BJPക്കാകുന്നില്ല. കാരണം BJPയുടെ കയ്യിൽ അധികാരമുണ്ടായിരുന്നപ്പോഴും ഇതേ കോർപ്പറേറ്റ് കുത്തകകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് അവർ കാഴ്ചവെച്ചത്. 2G സ്പെക്ട്രം അഴിമതിക്കുൾപ്പെടെയുള്ള വഴിമരുന്നിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ക്രമത്തെ കോർപ്പറേറ്റുകൾക്ക് പണയം വയ്ക്കുക എന്നതാണ് രണ്ടു കൂട്ടരുടെയും നയം. 10 കോടി തൊഴിലാളികൾ, അത് INTUC ഉണ്ട്, BMS ഉണ്ട്, CIT ഉണ്ട്, HMS ഉണ്ട്, എല്ലാവരുമുണ്ട്. ഈ 10 കോടി തൊഴിലാളികൾ ഇന്ത്യക്കകത്ത് പണിമുടക്കിയപ്പോൾ ചർച്ച ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമയമില്ല. മറിച്ച് നമ്മുടെ 2 അംബാനിമാർ, മുകേഷ് അംബാനിയും അനിൽ അംബാനിയും തമ്മിലുള്ള തർക്കം തീർക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ വിളിച്ചു പോകുന്നത് പ്രധാനമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവ് ലാൽകൃഷ്ണ അഡ്വാനിയും സുഷമാ സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പൊ ഇത് ഒരു കൂട്ടുകച്ചവടമാണ്. നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റുകൾക്ക് ഒന്നില്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP എന്ന നിലപാടാണ്. അത് രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ദ്വന്ദ്വ യുദ്ധത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ 2 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ദ്വന്ദ്വ യുദ്ധത്തിലേക്ക് നയിക്കുക. എന്താ യഥാർത്ഥത്തിൽ BJPക്ക് ഇന്ത്യയിൽ എത്ര ഘടകകക്ഷിയുണ്ട്? ജയിക്കാൻ ആവശ്യമായ ഘടകകക്ഷിയോ സീറ്റോ BJPക്കില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ആന്ധ്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സീറ്റ് ഉണ്ടായത്. ഇപ്പൊ ആന്ധ്ര പച്ച തൊടാൻ വേണ്ടി പോകുന്നില്ല. അപ്പോ ഞാൻ പറയാൻ ശ്രമിച്ചത് കോൺഗ്രസ് ഇന്ത്യക്കകത്ത് വരാനിടയില്ല, BJPക്ക് വരാൻ ആവശ്യമായ സാഹചര്യമില്ല. 300ഓളം വരുന്ന സീറ്റുകളിലെ നല്ല രീതിയിൽ കോൺഗ്രസ് ഏതര BJP ഏതര രാഷ്ട്രീയ പാർട്ടികൾക്ക് 3 മിനിറ്റ് സമയം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിലേക്ക് വരാം. ശ്രീ അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, BJPക്ക് എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു മത്സരമായിട്ട് കാണുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പേരിന് കേരളത്തിലും ബംഗാളിലും ഒക്കെ മാർക്സിസ്റ്റ് സാന്നിധ്യം, ഇടതുപക്ഷ സാന്നിധ്യം ഉണ്ടെങ്കിലും ഈ കളിയിലെ ഒരു പ്രധാന കക്ഷിയായിട്ട് അവരെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 2004 ഇതേപോലെയുള്ള വേദികളിൽ ഞങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്നു, നിങ്ങൾ ചെയ്യുന്ന അരിവാൾ ചിറ്റിക നഷ്ടത്തിൽ ചെയ്യുന്ന ഓരോ വോട്ടും കൈപ്പത്തിക്കുള്ളതാണ് എന്ന്. അന്ന് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുവാൻ ജനങ്ങൾ അല്പം മടിച്ചു. പക്ഷേ നമുക്കറിയാം 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിന് വേണ്ടി, സോണിയാഗാന്ധിക്ക് വേണ്ടി, അവരുടെ സാമ്പത്തിക സമീപനങ്ങൾക്ക് വേണ്ടി, അവരുടെ അഴിമതിക്ക് വേണ്ടി, അവരുടെ വിലക്കയറ്റ നിലപാടുകൾക്ക് വേണ്ടിയിട്ട് കൈവെക്കുന്ന സഖാക്കളെയാണ് കാണാൻ സാധിച്ചത്. ഇപ്പോഴും 4 ദിവസം മുമ്പ് മനോരമ നടത്തിയ ഇന്റർവ്യൂവിൽ പ്രകാശ് കാരാനോട് ചോദിച്ചു,
ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ സമീപനം എന്തായിരിക്കുമെന്ന് ചോദിച്ച സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മറുപടി പറയാമെന്നുള്ളതാണ്. നമുക്കറിയാം അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP വിലയിരുത്തുന്നത് കോൺഗ്രസിന്റെ ഒരു ബി ടീമായിട്ടാണ് ഇടതുപക്ഷത്തെ. അതുകൊണ്ട് ഇടതുപക്ഷം ഗൗരവമായ ഒരു മത്സരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്ന് BJP വരുന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ ആലോചിക്കണം, രാജ്യത്തെ ഏറ്റവും ഗൗരവമായ ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്ക് വയ്ക്കപ്പെടേണ്ടത്. അഴിമതി, വളരെ തന്ത്രപരമായി രണ്ട് കൂട്ടരും അതിൽ മൗനം പാലിക്കുകയുണ്ടായത്. 5.25 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ UPA ഗവൺമെന്റിന്റെ അഴിമതിയുടെ ബാക്കി പത്രം. 2G ആയാലും എസ് ബാൻഡ് ഇടപാടായാലും അതുപോലെ തന്നെ ഹെലികോപ്റ്റർ ഇടപാടായാലും ആകാശ കുംഭകോണമായാലും കൽക്കരി ഇടപാടായാലും എല്ലാം ഇവരുടെ മൊത്തം അവകാശികളായിട്ട് നിലനിൽക്കുകയാണ് കോൺഗ്രസ് ഗവൺമെന്റ്. അപ്പുറത്ത് നാം ഒരു ജനജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ന്യായവിലയ്ക്ക് സാധനങ്ങൾ കിട്ടണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, 2004 അടൽ ബിഹാരി വാജ്പേയി അധികാരം ഒഴിയുന്ന സമയത്ത് 12 രൂപ ഉണ്ടായിരുന്ന അരിക്ക് ഇന്ന് 36 മുതൽ 40 രൂപ വരെ കൊടുക്കണം. ഓരോ സാധനവും വിശകലനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. തൊട്ടപ്പുറത്ത് ആഭ്യന്തര പ്രതിരോധ പ്രശ്നങ്ങൾ, ചൈനക്കാരും പാകിസ്ഥാൻകാരും ഇന്ത്യ മഹാരാജിനകത്ത് അതിക്രമിച്ച് കടന്നു വന്നുകൊണ്ട് അവിടെ പതാകകൾ നാട്ടുമ്പോൾ നിശബ്ദനായി നിരീക്ഷിക്കുന്ന ഒരു പ്രതിരോധ മന്ത്രിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ഭാരതീയ ജനതാ പാർട്ടി ഭാവാത്മകമായിട്ടുള്ള ഒരു വോട്ട് ഫോർ എ ചേഞ്ച് എന്നുള്ളതാണ്. ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും നടത്തിയിട്ടുള്ള അവരുടെ സഫോളജിസ്റ്റുകൾ ഉപയോഗിച്ചുള്ള സർവേയിലെല്ലാം തന്നെ വരാനിരിക്കുന്ന ഭരണം ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിക്കൊണ്ടുള്ള ഒരു ഭരണമായിരിക്കുമെന്ന് കൃത്യമായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പൂർണ്ണമായും സർവേ സത്യമാണ് ഞാൻ പറയുന്നില്ല. പക്ഷേ 4 സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള സർവേ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൃത്യമായും വന്നു എന്നുള്ള പശ്ചാത്തലത്തിൽ അതത്ര തെറ്റാണെന്ന് നമുക്ക് എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന കാലഘട്ടങ്ങളിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ രണ്ട് കൂട്ടരും ഒരേ ആശയത്തെ, ഒരേ രൂപത്തെ പ്രതികരിക്കുകയാണ്. ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ്. മൂന്ന് കക്ഷികളുടെയും പ്രതിനിധികൾ പറയാനുള്ളത് നമ്മൾ കേട്ട് കഴിഞ്ഞു. 3 മിനിറ്റ് വീതം അവർക്കുള്ള സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്, പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മണ്ഡലത്തിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിഷയങ്ങളെ കുറിച്ച് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന നിരവധി പേരുണ്ട്. ഇവർ പല കക്ഷികളിലുള്ളവരുണ്ടാകാം. അതിനേക്കാൾ ഉപരിയായി ആ മേഖലയിലുള്ള വികസന പ്രശ്നങ്ങൾ, വടക്കാഞ്ചേരിക്കായാലും ചേലക്കരയ്ക്കായാലും കുന്നംകുളത്തിനായാലുമുള്ള വികസന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആർക്കായാലും മുന്നോട്ട് വരാം. വികസന വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വരാം. ഏത് വിഷയമാണ് ചോദിക്കാനുള്ളത്? ആരോടാണ് ചോദിക്കാനുള്ളത്? ഇടതുപക്ഷ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ MP കഴിഞ്ഞ 4.5 വർഷക്കാലവും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഴിഞ്ഞ 6 മാസം മുമ്പ് മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ഈ പ്രദേശത്തൊന്ന് സജീവമായത്. ഇങ്ങനെ ഒരു MP-യെ ഇനിയും ഈ പ്രദേശത്തിന് ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരാളെ വിജയിപ്പിച്ചിട്ട് ഈ പ്രദേശത്തിന് എന്താണ് ഗുണം? അങ്ങനെയൊന്നുണ്ടോ ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി? ശ്രീ PK ബിജു ഒരുപക്ഷെ നമ്മുടെ MP-മാരിൽ നിന്ന് പ്രത്യേകിച്ച് തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് സ്ഥാപിച്ചുകൊണ്ട് നിരന്തരമായി താലൂക്ക് ആസ്ഥാനത്ത് ബന്ധപ്പെടുകയും ഒരുപക്ഷെ എൻ്റെ സുഹൃത്ത് ചോദ്യം ചോദിച്ച വ്യക്തി ഉൾപ്പെടെ ഉള്ളവർ പഠിച്ച വിദ്യാലയത്തിനകത്ത് 73 ലക്ഷം രൂപയ്ക്ക് ഒരു പ്രൊജക്ട് അംഗീകരിച്ച് ഒരു 5 തവണയെങ്കിലും ആ പ്രൊജക്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി വരികയും ഇടപെടുകയും ഒക്കെ ചെയ്തു. വിനയപൂർവ്വം എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായ സുഹൃത്ത് അങ്ങയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് അവിടെ കെട്ടാൻ ആരംഭിച്ച പ്രത്യേക ഷെഡുണ്ടല്ലോ, ഇടിഞ്ഞു പൊളിഞ്ഞു വീണ VHSC ബ്ലോക്കിന് വേണ്ടി കെട്ടാൻ തീരുമാനിച്ച ഷെഡുണ്ടല്ലോ, 3 കൊല്ലമായി പണി തീർന്നിട്ടില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. MP-യുടെ വികസന ഫണ്ടിന്റെ പണി പൂർത്തിയായി ഉദ്ഘാടനം നടത്തിയതില് അങ്ങുകൂടി പങ്കെടുത്തതല്ലേ എന്ന് വിനയപൂർവ്വം ചോദിക്കാൻ ഉദ്ദേശിക്കുക. സുഹൃത്ത് ഇവിടെ ചോദിക്കാൻ ആരോടാണ്? LDF-ന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ MP-യുടെ ഫണ്ട് ഈ 3 നിയോജക മണ്ഡലങ്ങൾക്കും ആനുപാതികമായി വിതരണം ചെയ്തുകൊണ്ട് സമഗ്രമായി വികസന പ്രവർത്തനം പൂർത്തിയാക്കാൻ വേണ്ടി MP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി, അദ്ദേഹം പ്രഖ്യാപനങ്ങൾക്കപ്പുറം സമ്പൂർണ്ണ പരാജയമായിരുന്നു ഈ മണ്ഡലത്തിൽ, ഈ മേഖലയിൽ എന്ന ആരോപണം ശക്തമായി നിലനിൽക്കുകയാണ്. ചോദ്യം ആരോടാണ്? ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ശ്രീ സേവ്യറിന്റെ അഭിപ്രായം എന്താണ്? അല്ല, ഇതിൽ സേവ്യർ ചിറ്റിലപ്പള്ളി അല്ല മറുപടി പറയേണ്ടത്, UDF പ്രതിനിധിയോടാണ് ഈ ചോദ്യം മറുപടി പറയേണ്ടത്. അല്ല, അദ്ദേഹം പറഞ്ഞത് പറയട്ടെ. നമുക്കറിയാം, ഒരു മന്ത്രി, ക്യാബിനറ്റ് മന്ത്രിയാണല്ലോ,
അദ്ദേഹം മണ്ഡലത്തിലുണ്ടാകുമ്പോൾ ഒരുപാട് വികസന നേട്ടങ്ങൾ നമുക്കുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ 3 ബഡ്ജറ്റുകളിലായി നയാ പൈസ ഈ മണ്ഡലത്തിന് ലഭിച്ചിട്ടില്ല, നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവസാനത്തെ ബഡ്ജറ്റിൽ കിട്ടിയ തുക പേപ്പറിൽ മാത്രമാണ്. ജില്ലാ ആശുപത്രിയായി ഉയർത്തിയ ഈ ആശുപത്രിയിൽ നയാ പൈസ പോലും ചെലവഴിക്കാനായിട്ടില്ല. സ്വാഭാവികം നമ്മൾ ലോക്സഭാ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ MLA-മാരുടെ പ്രവർത്തനവും അതിനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടേക്കാം. നമുക്കത് വിലക്കാനാവില്ല. എന്നാലും ചുരുക്കി മറുപടി പറയേണ്ടത് UDF പ്രതിനിധിയാണ് എന്നതുകൊണ്ടാണ് അങ്ങനെയിലേക്ക്. എനിക്ക് ഈ സേവ്യാറിനോടും അത് ആ ചോദ്യം ചോദിച്ച സുഹൃത്തിനോടും വളരെ സഹതാപമുണ്ട്. ശ്രീ CN ബാലകൃഷ്ണൻ ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 2.5 വർഷമായി ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. 250 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഇവരുടെ AC മൊയ്തീൻ ഇവിടെ 7 വർഷം MLA ആയി, 7 വർഷം MLA ആയിട്ട് ആ മേൽപ്പാലത്തിന്റെ അതിലൂടെ ഒരു വണ്ടി ഓടിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പോ അത് മാത്രമല്ല ഇവിടെ മെഡിക്കൽ, ഒരു മിനിറ്റ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പറയട്ടെ. അതിലേ ഓളിട്ടിട്ട് കാര്യമില്ല. അതായത് വടക്കാഞ്ചേരി ഇതൊരു ബഹളവേദിയല്ല. ഇതൊരു സേവ്യർ താങ്കളിലേക്ക് വരാം. അതായത് ഇത് ഒരു മന്ത്രി ശ്രീ അജിത് കുമാർ ഇവിടുത്തെ അദ്ദേഹം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രീ അജിത് കുമാർ തന്നെയാണ് പറഞ്ഞത്. നമുക്ക് വിഷയത്തിൽ ഒരു അജിത് കുമാർ ഇടപെടേണ്ട അവസ്ഥ. ഈ വിഷയത്തിൽ നമുക്കൊരു MLA എന്ത് ചെയ്തു എന്നുള്ള സ്വാഭാവികമായും ചോദ്യം ഉയർന്നേക്കാം. പക്ഷെ അതൊരു തർക്ക വിഷയമായി മുന്നോട്ട് പോകാതെ അല്ല നമുക്കുള്ള ശ്രീ സേവ്യർ ചിറ്റ്ലപ്പള്ളി, ശ്രീ സേവ്യർ ചിറ്റ്ലപ്പള്ളി, നമുക്കൊരു ശ്രീ സേവ്യർ ചിറ്റ്ലപ്പള്ളി പ്ലീസ് ദയവ് ചെയ്ത് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എവിടെയും എത്തിച്ചേരില്ല. ദയവ് ചെയ്ത് സംസാരിക്കട്ടെ. ഇപ്പോൾ ഈ വിഷയത്തിൽ 2 കൂടി സംസാരിച്ചു കഴിഞ്ഞു. നമുക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ അവർക്ക് മാത്രം സംസാരിക്കാനുള്ള അവകാശം നൽകുക, മറ്റുള്ളവർക്കും അവസരം നൽകുന്നതായിരിക്കും. നമുക്ക് പ്രധാനമായും പറയാനുള്ളത് ഈ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളാണ്. ഒരു MP ജയിച്ചു വന്നാൽ എന്ത് നടപ്പാക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. MLA ചെയ്തുകൊണ്ടായിരിക്കാം, മുൻവർഷത്തെ MLA ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, പലതും ഉണ്ടായിരിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മുടെ സമയം കളയരുത്, ഒരു ബഹളത്തിലൂടെ മുന്നോട്ട് പോകരുതെന്ന് മാത്രമാണ് 3 പ്രതിനിധികളോടും ഒപ്പം തന്നെ എല്ലാവരോടും പറയാനുള്ളത്. വികസന വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒരു MP വരികയാണെങ്കിൽ ഈ മേഖലയിലെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ മറ്റൊരു മേൽപ്പാലം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താങ്കൾക്ക് ദയവ് അങ്ങനെ ദയവ് ചെയ്ത് അദ്ദേഹം പറയും. ശ്രീ അജിത് കുമാർ അജിത് കുമാർ ശരി അജിത് കുമാർ അതല്ല നമ്മൾ പറയട്ടെ. ചോദിച്ച ചോദ്യത്തിന് ശരി ചോദിച്ച ചോദ്യം ശരി അദ്ദേഹം പറഞ്ഞ ചോദിച്ച ചോദ്യം എന്താണെന്ന് നമുക്കറിയാം. ശ്രീ അജിത് കുമാർ താങ്കൾ മറുപടി പറഞ്ഞു. CN ബാലകൃഷ്ണനെ കുറിച്ചാണ് ചോദിച്ചത്. ഇതൊരു ബഹളവേദിയാക്കി മാറ്റുകയല്ല വേണ്ടത്. ദയവ് ചെയ്ത് നിർത്തൂ. ഇതൊരു ബഹളവേദിയാക്കി മാറ്റുകയല്ല. വളരെ ഗൗരവത്തോടെ ദയവ് ചെയ്ത് കാണുക. ശരി ഇത് 3 കക്ഷികളുടെ പ്രതിനിധികളോടും ശ്രീ അജിത് കുമാർ, ശ്രീ സേവ്യർ ചിറ്റ്ലപ്പള്ളി, ശ്രീ കുമാർ പുത്ത്, ദയവ് ചെയ്ത് നിങ്ങൾ ഒരാൾ പറയുകയാണ്. ശരി, നിങ്ങൾക്ക് ശ്രീ സേവ്യർ ചിറ്റ്ലപ്പള്ളി, നിങ്ങൾ അജിത് കുമാർ നിർത്തൂ. ശരി, ഒരു നിമിഷം. ഇവിടെ മറുപടി പറയാൻ അവസരം വേണമെന്ന് പറഞ്ഞത് ഇവിടെ ഇവിടെ ഉയർന്ന ഒരു ചോദ്യം ആ വ്യക്തി ചോദിച്ചത്
ഈ മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള മന്ത്രി ആയിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തു എന്നുള്ളതാണ്. ശ്രീ അജിത് കുമാറിന് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സമയം വേണം എന്ന് പറയുന്നു. ശരി, ശ്രീ അജിത് കുമാർ, താങ്കൾക്ക് പറയാനുള്ളത് ചുരുക്കി ഇവിടെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു 250 കോടി രൂപയുടെ വികസന പദ്ധതികൾ. സമയം തരാണെങ്കിൽ എണ്ണി പറയാം. അത് മാത്രമല്ല, ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നു. ആ MLA ഇവിടെ മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികൾ കടന്നു പോകുന്ന പാലത്തിന് ടോൾ ഏർപ്പെടുത്തി ഞങ്ങളൊക്കെ സമരത്തിന് പോയപ്പോ പറഞ്ഞത് ഒരിക്കലും ടോൾ ഒഴിവാവില്ല, ടോൾ ഇനി നിങ്ങളല്ല ഏത് ഗവൺമെന്റ് വന്നാലും ഒഴിവാവില്ല എന്നാ. അധികാരത്തിൽ ഒരു 6 മാസത്തിൽ ടോൾ എടുത്തു കഴിഞ്ഞ് പാവപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്ത MLA ആണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, സേവ്യർ ഈ വടക്കാഞ്ചേരി പഞ്ചായത്തിൽ മാത്രം 15 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ഇവിടെ പാവപ്പെട്ട നിങ്ങളിവിടെ കേന്ദ്രീയ വിദ്യാലയം തുടങ്ങിയ ഭൂമി അന്വേഷിച്ച് നടന്നു. 75 ഏക്കർ വടക്കേക്കളം പ്ലാന്റേഷൻ ഏറ്റെടുത്തുകൊണ്ട് പാവപ്പെട്ടവന് ഭൂമി വിതരണം ചെയ്യാൻ ഇവിടെ തയ്യാറായ MLAയും മന്ത്രിയുമാണ് ശ്രീ CN ബാലകൃഷ്ണൻ. ശരി, ശ്രീ അജിത് കുമാർ, അദ്ദേഹം നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടി ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി. ചുരുക്കി പറയുക. അതെ, വികസനത്തിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോണ്ട. ഈ ബസ് സ്റ്റാൻഡ് വികസനത്തിലെ കോൺഗ്രസിന്റെ ഒരു നാഴികക്കല്ലാണ്. ഈ ബസ് സ്റ്റാൻഡ് ആ സുരേന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ തുടങ്ങിയതാണ്. അതൊന്ന് ഉദ്ഘാടനം ചെയ്യുക അടിയന്തരമായിട്ട്. ഒന്നത്. രണ്ട്, ഒറ്റ കാര്യമാണല്ലോ, വടക്കാഞ്ചേരിക്ക് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഗവൺമെന്റിന്റെ മറ്റത് ആസ്തി വികസന ഫണ്ട് ആർക്കും ചെയ്യാൻ പറ്റും. 5 കോടി ഉറുപ്പിയുണ്ട്. പ്രാദേശിക വികസന ഫണ്ട് പ്രാദേശിക വികസന ഫണ്ട് ആർക്കും ചെയ്യാൻ കഴിയും. ഗവൺമെന്റിന്റെ ഒരു ഫണ്ട് കൂടെ വന്നിട്ടില്ല. ആദ്യം പറഞ്ഞു, ശരി, നമ്മുടെ മുണ്ടത്തിക്കോട് അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ തന്നെ അനുവദിക്കപ്പെട്ട ITA ഇപ്പൊ പോയി. എന്നിട്ട് സഹകരണ കോളേജ് കൊണ്ടുവരുന്നു പറഞ്ഞു. അത് കെൽട്രോണിൽ കൊണ്ടുവരുന്നു പറഞ്ഞ് അവിടെ വന്നില്ല. ഇപ്പൊ വടക്കേക്കളം എസ്റ്റേറ്റിലെ 10 ഏക്കർ ഭൂമി എടുത്തു പറഞ്ഞ് അവിടെ വന്നില്ല. വടക്കേകളൊന്നും അടുത്തൊന്നും എടുത്തു എന്ന് പറയാവുന്ന ഒരു അവസ്ഥയായിട്ടില്ല. വടക്കേകളത്തിലൊക്കെ കേടുവന്നിരിക്കുകയാണ്. വിഷയം എത്രയാണല്ലോ. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ യാതൊരു ഗുണവും നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രഖ്യാപനങ്ങളല്ലാതെ പുതുതായി ഒന്നും നേടിയിട്ടില്ല. പ്രവർത്തനങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കപ്പെടുന്നില്ല. നമുക്കറിയാലോ, കൺസ്യൂമർ ഫെഡിന്റെ വിജയഗാഥ എന്താ സ്ഥിതി? ഈച്ചേനാട്ടിട്ടിരിക്കുകയാണ്. കൺസ്യൂമർ ഫെഡിലെ ഒന്നും കിട്ടുന്നില്ല. ഒരാളും അവിടെ പോകുന്നില്ല. ജോലിക്ക് വെച്ചോ ശമ്പളമില്ല. 400 ലക്ഷം രൂപയാണ് കുടിശ്ശികയായി നിൽക്കുന്നത്. ദയവ് ചെയ്ത് നമുക്ക് ചുരുക്കുക. പ്ലീസ് ചുരുക്കുക. അജിത് കുമാർ, ഇവിടെ ഒരു BJPയുടെ പ്രതിനിധിയുണ്ട്. ഇവിടെ ഒരു BJPയുടെ പ്രതിനിധിയുണ്ട്. ദയവ് ചെയ്ത് സേവ്യർ ചിറ്റലപ്പള്ളി, ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി, ദയവ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും പരിധി വിട്ടുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിനോട് സംസാരിക്കാനും കഴിയില്ല, എനിക്ക് ഇടപെടാനും കഴിയില്ല. ദയവ് ചെയ്ത് ശ്രീ രവികുമാർ ഉപ്പത്ത്, താങ്കൾ ഇതൊക്കെല്ലാം നോക്കിക്കാണുന്ന ആളായിരിക്കും. ഇവർ രണ്ടുപേരും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ മണ്ഡലത്തെക്കുറിച്ച്. പ്രത്യേകിച്ച് നമ്മൾ ലോക്സഭയുടെ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഒരു MP എന്ന നിലയിൽ താങ്കളുടെ കക്ഷിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ഇവിടെയുള്ള വികസന വിഷയങ്ങൾ താങ്കൾക്കറിയാം. ഈ പ്രശ്നങ്ങളെല്ലാം താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നു വളരെ ബഹുമാനത്തോടു കൂടിയാണ് എന്റെ 2 സുഹൃത്തുക്കളെ ഞാൻ നോക്കിയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഇലക്ഷൻ കേരള നിയമസഭയിലേക്കാണോ അതോ ലോക്സഭയിലേക്കാണോ എന്ന് എന്റെ സുഹൃത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി എന്ന് എനിക്ക് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് കഴിഞ്ഞ 5 വർഷത്തെ നമ്മുടെ MP-യെ വിലയിരുത്താം, തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ കേന്ദ്രാധിഷ്ഠിതമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ചെറിയൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ മേൽപ്പാലം വന്നു, തീർച്ചയായിട്ടും നല്ല കാര്യം. പക്ഷേ ഈ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ അതിന്റെ വികസനം എത്ര നാളുകളായി നമ്മൾ ദാഹിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് അവിടെ വെളിച്ചം പോലും ഇല്ലാതെ ഒരു വീട്ടമ്മ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ട്രെയിനിന്റെ അടിയിൽപ്പെട്ട് മരിക്കപ്പെട്ടുകയാണ്. അതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ട് നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ഇതിനപ്പുറം നമുക്കറിയാം, ഇവിടെ വലിയ വൻകിട ഫാക്ടറികളൊന്നുള്ള ഒരു ഭൂപ്രദേശമല്ല ഈ വടക്കാഞ്ചേരി, അതായത് ആലത്തൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഭൂപ്രദേശങ്ങൾ. പക്ഷേ കാർഷികാധിഷ്ഠിതമായ ഒരു പ്രദേശമാണ്. നമ്മുടെ കൃഷിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് എന്ത് പരിവർത്തനം ഉണ്ടാക്കാൻ ഈ കഴിഞ്ഞ കാല ഭരണങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒപ്പം ഭാരതപ്പുഴ കടന്നു പോകുന്ന നാടാണ് നമ്മുടെ. പക്ഷേ നമ്മുടെ പല ഗ്രാമങ്ങളിലും ഇന്ന് കുടിവെള്ളമില്ലാതെ നമ്മൾ വിഷമിക്കുക. ശുദ്ധവായുവും ശുദ്ധജലവും പ്രാഥമികമായ ഒരു ഭരണ സംവിധാനം ജനങ്ങൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. എന്തുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഗൗരവമായി കാണുന്നില്ല? ഇടതും വലുതുമായിക്കോട്ടെ, മാറി വരട്ടെ. നമ്മുടെ നാട്ടിൽ പറഞ്ഞ ചൊല്ലുണ്ട്, ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലെയാ. 2 കൂട്ടർ വന്നാലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ മണ്ഡലത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളാണ്, അതുപോലെ ഈ മണ്ഡലത്തിലുള്ള പ്രശ്നങ്ങളാണ് ചോദിക്കാനുള്ളതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളിലേക്ക് മറുപടി പറയാൻ വരാം, നിങ്ങളിലേക്ക് വരാം.
നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ഇതിലേക്കെല്ലാം വരാം. ഈ വികസന വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ വരാം. എല്ലാവർക്കും അതിനനുസരിച്ച് സമയം തരാനുള്ള പരിമിതി കുറവ് കൂടിയുണ്ട് നമുക്ക്, എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ ചുരുക്കി പറയുക, ഒരു പരമാവധി സമയം ചുരുക്കി പറയുക, മറികടക്കാതിരിക്കുക എന്ന് ദയവ് ചെയ്ത് പറയുന്നു. നമുക്ക് ഭംഗിയായി മുന്നോട്ട് കൊണ്ട് വികസന വിഷയങ്ങളാണെങ്കിൽ വിഷയം എന്താണ്, ആരോടാണ് ചോദ്യം? എനിക്ക് 3 പേരോടും കൂടിയാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ആലത്തൂർ നിയോജക മണ്ഡലത്തില് ഇപ്പോഴത്തെ വികസനം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ MP ഉണ്ടായിരുന്നു. ഏത് MPക്കും കിട്ടുന്ന 5 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചതെന്ന ആ ഒരു വാദഗതി, ആ വാദഗതിയെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ വികസനം എന്ന കാഴ്ചപ്പാട് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ ആലത്തൂർ മണ്ഡലം. ആ ആലത്തൂർ മണ്ഡലത്തിന്റെ കാർഷിക പദ്ധതിക്ക് വേണ്ടിയിട്ട് എന്ത് വികസനമാണ് ഈ ആലത്തൂർ MP ആയിരുന്ന ബിജു കൊണ്ടുവന്നത്? രണ്ടാമത്തെ വിഷയം വടക്കാഞ്ചേരിയിലെ ഈ പറയുന്ന അജിത്ത് പറയുന്ന ഇവർക്ക് 2 പേർക്ക് പൊള്ളുന്നു. കാരണം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾ ചോദിക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടാവും. കാരണം ഈ പ്രാവശ്യം ഭരണത്തിലേറാത്ത ഒരു കോൺഗ്രസും ഒരു 3ാം മുന്നണിയായിട്ടുള്ള സേവ്യറിന്റെ പാർട്ടിയും അത് വരാൻ പോകുന്നില്ല. ചോദ്യം പ്രസക്തമാണ്. അതായത് ഈ മണ്ഡലത്തിൽ, ആലത്തൂർ മണ്ഡലത്തിലെ 3 നിയോജക മണ്ഡലങ്ങൾ നമ്മുടെ ഈ തൃശൂർ ജില്ലയിലുണ്ട്. ഈ മണ്ഡലത്തിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യം, ഒപ്പം തന്നെ കാർഷിക മേഖലയുടെ കാര്യം. ഈ മേഖലകൾക്കായി കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ഇടതുമുന്നണിയുടെ പ്രതിനിധിയായിരുന്നു PK ബിജു MP. അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. വളരെ ചുരുക്കി പറയുക. റെയിൽവേ വികസനം, തൃശൂർ എറണാകുളം മെമു സർവീസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചു. നമുക്കറിയാം തൃശ്ശൂരിൽ ആളെ ഇറക്കിയിട്ട് വണ്ടി നേരെ പാലക്കാട്ടേക്ക് കാലിയടിച്ചു പോകുന്ന രീതിയിലാണ് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. അതിനകത്ത് MP, ഇവിടുത്തെ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് വർത്തമാനം പറഞ്ഞിട്ടാണ് വെറുതെ പോകുന്നത്, ഈ സ്ഥലങ്ങളിൽ സ്റ്റോപ്പോട് കൂടി പോകുന്നതിന് വേണ്ടിയുള്ള അംഗീകാരം നേടിയെടുത്തത്. തൃശൂർ കൊല്ലങ്കോട് റെയിൽപാതയുടെ സർവേ പൂർത്തിയാക്കുന്നതിനാവശ്യമായ തുക കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ നിർദ്ദേശം കൊടുത്ത് ആവശ്യമായ ഇടപെടൽ നടത്തി. വടക്കാഞ്ചേരിയിൽ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം, ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടർ ആരംഭിച്ചത് സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നേരത്തെ വലിയൊരു ചട്ടയാണ് കിട്ടിയിരുന്നത്, ഇപ്പോൾ കമ്പ്യൂട്ടർ റിസർവേഷൻ ഇവിടെ ഉണ്ട്. 2013-2014 വർഷത്തെ റെയിൽവേ ബഡ്ജറ്റിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനെ പുതിയ ആദർശ സ്റ്റേഷന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ പൊള്ളാച്ചി പാലക്കാട് ഗേറ്റ് മാർഗം സംബന്ധിച്ച് ലോകസഭയിൽ ചോദ്യം ഉന്നയിച്ച് ചർച്ച നടത്തി കേന്ദ്ര സർക്കാർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി. തിരുവനന്തപുരം പാലക്കാട് ഡിവിഷൻ വിഭജന നീക്കത്തിനെതിരെ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയും ഇടപെടുകയും ചെയ്തു. ഒരു MP എന്ന നിലയിൽ കാർഷിക മേഖലയിൽ പറമ്പിക്കുളം അലിയാൽ കരാർ പ്രകാരമുള്ള വെള്ളം ലഭ്യമാക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ആഗസ്റ്റ് 13-ന് ആഗസ്റ്റ് 5-ന് MP ലോക്സഭയിൽ ആവശ്യപ്പെട്ട് ഇടപെടൽ നടത്തി. പലകപ്പ ജലസേചന പദ്ധതി പൂർത്തിയാക്കാത്ത വിഷയം മുഖ്യമന്ത്രിയുടെയും ജലസേചന വകുപ്പ് മന്ത്രിയുടെയും കൃഷി വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. പദ്ധതിയുടെ നിർമ്മാണം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. സമഗ്ര ആവശ്യമായ കേന്ദ്ര സഹായം, കാർഷിക കടാശ്വാസ പദ്ധതി അന്യായമായി തട്ടിയെടുത്തവർക്ക് ആനുകൂല്യം നൽകാൻ തയ്യാറാണെങ്കിൽ അഗ്രികൾച്ചർ ആ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് ഒരു സംശയം കൂടിയുണ്ട്. എന്താണ്, താങ്കൾക്ക് എന്താണ്? നടപ്പാക്കിയ പദ്ധതി എന്താണെന്ന് നടപ്പാക്കിയ പദ്ധതി 160 ചോദ്യം അങ്ങനെ വർത്താനം പറയല്ലേ. ഒരു MP എന്നാൽ MP ഇടപെടാനുള്ളതാണ്. ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് മാറ്റമുണ്ടാകുന്നത്. അത്തരം ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുത്ത MPയുടെ റിസൾട്ടാണ് ഇവിടെ എതിരാളികളായ ചാനലുകൾ പോലും 1ാമത്തെ MP എന്ന രീതിയിൽ അംഗീകരിച്ചത്. ശ്രീ PK ബിജു കേരളത്തിലെ തന്നെ 1ാമത്തെ MP എന്ന ശ്രീ അജിത് കുമാർ ഇടപെടാനാണ് MP. ശ്രീ അജിത് കുമാർ 3 പേരോടുള്ള ചോദ്യം. ഇതില് കാർഷിക മേഖലയുടെ ശ്രീകുമാർ അങ്ങോട്ട് വരാം. കുറ്റിയും പറിച്ച് ഓടേണ്ടി വന്നു. ചാനലിന്റെ സെലക്ഷൻ കൊണ്ട് വലിയ കഥയൊന്നും വലിയ അംഗീകാരമായിരുന്നില്ല. നിരവധിയായ ഇടപെടലുകളുടെ റിസൾട്ടാണ് ചാനൽ സെലക്ഷൻ എന്ന് കൂടി കാണുക. രാഹുൽ ഗാന്ധി പോലും മറ്റേ പാർലമെന്റിനകത്ത് 10 ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. 450 അതിന് പാർലമെന്റിനകത്ത് മിണ്ടാൻ കഴിയാത്ത ഒരക്ഷരം വർത്തമാനം ഇവിടെ PK ബിജു
പി കെ ബിജു ഇടപെട്ട ഞാൻ പറയുന്നതിന് മാത്രം അങ്ങനെ ഇടപെട്ടാൻ പറ്റില്ല. സമയം ഒരു 2 അത് ശരിയല്ലല്ലോ. ഞാൻ മറുപടി പറയല്ലായിരുന്നു. ഞാൻ മറുപടി പറയുന്നതിന് ഇടപെട്ടല്ലോ. മറുപടി അല്ല പറഞ്ഞത്. ബിജുവിന്റെ സെക്രട്ടറി എഴുതുന്ന കടലാസിൽ നിർത്താതെ വായിക്കുക. അത് വായിക്കാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞു കൊടുക്ക്. ബിജു ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പട്ടികയായി നിരത്താനുള്ളതുകൊണ്ടാണ് അങ്ങനെ വായിച്ചത്. ഒന്നും ചെയ്യാത്തവർക്ക് നിരത്താനുണ്ടാകില്ല. ഇത് 3 പേരോടുമുള്ള ഇല്ല 3 പേരോടുമുള്ള ചോദ്യമാണ്. അല്ല സമയം നമുക്കൊരു 2 മിനിറ്റ് വീതമുള്ള സമയം ദയവ് ചെയ്ത് സഹകരിക്കുക. അതെ 2 മിനിറ്റ് മാത്രം എടുക്കുക. 2 മിനിറ്റ് മാത്രം എടുക്കുക. 2 മിനിറ്റ് മാത്രം എടുക്കുക. ദയവ് 2 മിനിറ്റ് മാത്രം എടുക്കുക. TCV പോരാട്ടമാണോ? 2 മിനിറ്റ് മാത്രം എടുക്കുക. 2 മിനിറ്റ്. അതായത് കാർഷിക മേഖലയുടെ പി കെ ബിജു ചെയ്ത പണി എന്ന് പറയുന്നത് ഓരോ കൊല്ലം 5 കോടി കിട്ടുമ്പോൾ ലെറ്റർ പേഡിൽ എഴുതി ഇന്ത്യന്റെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ലെറ്റർ പേഡിൽ എഴുതി കൊടുത്തു. അതിനിപ്പോ ഒരു MP യുടെ ആവശ്യമില്ല. 5 കോടി ആര് MP ആയാലും കിട്ടും. രണ്ടാമത്തെ വിഷയം, ഈ 450 ചോദ്യം ചോദിച്ചു. പാർലമെന്റിൽ ചോദ്യം ചോദിക്കുന്ന ഒരു പെട്ടി വെച്ചിട്ടുണ്ടാവും. പാർലമെന്റിൽ പോകുമ്പോൾ ലെറ്റർ പേഡിൽ എഴുതിയിട്ടാൽ പിന്നെ തിരിച്ച് പിറ്റേ ദിവസം ചെല്ലുമ്പോ അതിന്റെ മറുപടി കിട്ടും. ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയട്ടെ. പറഞ്ഞ അതായത് മന്ദബുദ്ധികൾക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. അതായത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അയാളെ കയറി പറയില്ല. ദയവ് ചെയ്ത് നിങ്ങൾ 3 പേരും ഇങ്ങനെയായി കഴിഞ്ഞാൽ ഇവിടെ സഹിഷ്ണുത ഇല്ലായ്മ അവസാനിപ്പിക്കുക, എന്നിട്ട് ചർച്ചയിൽ പങ്കെടുക്കുക. അല്ലാതെ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അതായത് മനസ്സിലായി അവതാരകനെ തല്ലാനാണല്ലോ പോയി. അല്ല അത് ഇതിൽ വിഷയം മനസ്സിലാക്കുക. കുമാർ BJP ഇവിടെ അല്ല നിങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞ വേറൊരു കാര്യം റെയിൽവേ വികസന. ഈ പറഞ്ഞ കൊല്ലങ്കോട് റെയിൽപാതയും അതുപോലെ തന്നെ മറ്റുള്ള റെയിൽപാതകളൊക്കെ തുടങ്ങി വെച്ച് പി കെ ബിജുവിന്റെ കാലത്തല്ല. പി കെ ബിജു അതിനു വേണ്ടി ഒരു എന്താ പറയാ പേന പോലും ചലിപ്പിച്ചിട്ടില്ല. റെയിൽവേ വികസനത്തിന് എന്തർഹതയാണ് ജനനായകൻ എന്ന് ബിജുവിന് പറയാനുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവകാശപ്പെടാൻ പി കെ ബിജു ആലത്തൂർ മണ്ഡലത്തിലെ ജനനായകൻ തന്നെയാണ്. ഒരു തർക്കം ആ കാര്യത്തിലില്ല. ഞങ്ങൾക്ക് വികസനമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കലാണ് ഞങ്ങൾക്ക് ആവശ്യം. എന്റെ ബഹുമാന സുഹൃത്ത് പാർട്ടി മീറ്റിംഗിലാണോ പ്രസംഗിക്കുന്നത് തെറ്റിദ്ധാരണയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സൂചിപ്പിക്കാനൊരു കാര്യം, ഈ MP എന്ന നിലയിൽ പാർലമെന്റ് പോയാൽ പ്രതിപക്ഷത്ത് ഇരുന്നാലും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ടും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇപ്പോ എന്റെ ബഹുമാന സുഹൃത്തുക്കളെ റെയിൽവേയെ കുറിച്ച് പറഞ്ഞ് തർക്കിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരാളാണ്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ സ്ഥാനാർത്ഥി പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം, രാജഗോപാലിന് ശേഷം ഈ തൃശ്ശൂർ ജില്ലയ്ക്ക് റെയിൽവേ വികസനം കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഒരൊറ്റ MP പോലും പിന്തുണയില്ലാത്തൊരു ഭരണ സംവിധാനമാണ് ഡൽഹിയിലുണ്ടായിരുന്ന വാജ്പേയിയുടെ. ആ കാലഘട്ടത്തിൽ അമൃത ഉൾപ്പെടെയുള്ള നിരവധി റെയിൽവേ നമുക്ക് അനുവദിച്ചു തരികയും റെയിൽവേയുടെ വികസനം കുറെയൊക്കെ സാധ്യമാക്കാനായിട്ട് രാജഗോപാലിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്ന് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ശ്രീ രാജഗോപാൽ കേരളത്തിന്റെ വികസനത്തിന് അംബാസഡറാണ് എന്ന് വിശേഷിപ്പിക്കുണ്ടായി. നയനാരും പറഞ്ഞ വാക്കുകൾ വേറെയല്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പാർലമെന്റ് മണ്ഡല അടിസ്ഥാനങ്ങളുടെ ചർച്ച വരുന്ന സമയത്ത് കേവലം ചോദ്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു MP യെ നമുക്ക് ഉയർത്താൻ സാധിക്കില്ല. അതൊരു പക്ഷേ ശ്രീ രവികുമാർ നന്ദി. ഒരു ലേഡിക്ക് ഒരു സ്ത്രീക്ക് എന്താ ചോദിക്കണം? വരാം. ചോദ്യം കഴിഞ്ഞു പോയ വികസന പ്രശ്നങ്ങൾ എന്ത് ചെയ്തില്ല എന്നല്ല, ഇനി എന്ത് ചെയ്യാനുണ്ടെന്നുള്ളത് ചോദിക്കൂ. ആരോടാണ് പറയാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയോടാണ്. കഴിഞ്ഞ സിറ്റിംഗ് MP ജനനായകൻ ബിജു വീണ്ടും മത്സരിക്കാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു. എന്തർഹതയാണ് ജനനായകൻ എന്ന് ബിജുവിന് പറയാനുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവകാശപ്പെടാൻ ഒരു പാവപ്പെട്ടവനൊരു ട്രെയിൻ യാത്രക്ക് അവർക്ക് സീസൺ ടിക്കറ്റ് കിട്ടണേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ പോയിട്ട് വേണം. ക്യാമ്പ് ഓഫീസാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫീസ് ഇട്ടേക്കുന്നത്. അതുപോലെയുള്ള നമ്മുടെ കേരള നമ്മുടെ മന്ത്രി CN ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഓഫീസ് ഏതൊരാൾക്കും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും കയറി വരാനുള്ള ഒരു അവസരമാണ്. ബിജുവിന്റെ ഓഫീസിനെ കുറിച്ചുള്ള ചോദ്യമാണ് അത്. ഒരു നിമിഷം ബിജുവിന്റെ കഴിഞ്ഞ ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളിയോടാണ് ചോദ്യം. താങ്കളോടാണ് ചോദ്യം. താങ്കൾ മാത്രം മറുപടി പറയുക.
നിങ്ങൾ ദയവ് ചെയ്ത് ഇടപെടാതിരിക്കുക. മറുപടി പറയട്ടെ പ്ലീസ്. സേവർ ചിറ്റ്ലപ്പള്ളി അദ്ദേഹം മറുപടി പറയുന്നു. പറയൂ. പ്രഭാരേട്ട ഇരിക്കോ? താങ്കൾ മറുപടി പറയൂ. താങ്കൾ ശ്രീ സേവർ ചിറ്റ്ലപ്പള്ളി. മദന, നീ വിഷമിക്കണ്ട. ക്യാമറ നിങ്ങളുടെ കൂടെയുള്ള പ്രതിനിധികളാണെങ്കിൽ ഇരിക്കാൻ പറയൂ. ദയവ് ചെയ്ത് ഇരിക്കാൻ പറയൂ. കാര്യങ്ങൾ ഭംഗിയായി ഇരിക്കുക. ശ്രീ സേവർ ചിറ്റ്ലപ്പള്ളി സർ, ശ്രീ അജിത്ത് ശ്രീ സേവർ ചിറ്റ്ലപ്പള്ളി താങ്കൾ മറുപടി പറയൂ. ഈ ചോദ്യം ശ്രീ സേവർ ചിറ്റ്ലപ്പള്ളിയോടാണ്. അദ്ദേഹം മറുപടി പറയും. താങ്കൾ പറഞ്ഞോളൂ. ഇവിടെ വികാരവേദി ആവരുത്. വികാരം പ്രകടിപ്പിക്കേണ്ട വേദിയല്ല ഇത്. ശ്രീ സേവർ ചിറ്റ്ലപ്പള്ളി മറുപടി പറയും. താങ്കൾ പറയും. ശ്രീ സേവർ ചിറ്റ്ലപ്പള്ളി താങ്കൾ പറഞ്ഞോളൂ. സൗ പി കെ ബിജു ആലത്തൂർ മണ്ഡലത്തിലെ ജനനായകൻ തന്നെയാണ്. ഒരു തർക്കം ആ കാര്യത്തിലില്ല. സഖാവ് പി കെ ബിജു ആലത്തൂർ മണ്ഡലത്തിലെ ജനനായകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് CPIM ഓഫീസിന്റെ ഒരു റൂമിലാണ്. ഓഫീസുമായി ബന്ധപ്പെടാതെ അവിടേക്ക് ആർക്കും കയറി വരാം. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ആർക്കും ഈ ട്രെയിനിന്റെ പാസ് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പരാതി ഇതുവരെ വന്നിട്ടില്ല. ആളുകളെ എല്ലാ ഓഫീസുകളിലും വരും. ഒരു തർക്കം ആ കാര്യത്തിലില്ല. പിന്നെ എന്തൊരു ചോദ്യം കൂടി ചോദിച്ചു. ഒറ്റ കാര്യമല്ലോ, വടക്കാഞ്ചേരിയുടെയും തലപ്പള്ളി താലൂക്കിന്റെയും വികസന സാധ്യതയ്ക്ക് വേണ്ടി തൃശൂർ ജില്ലയ്ക്കകത്തൊരു ഓഫീസ് തുടങ്ങി അതുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുകയും വടക്കാഞ്ചേരിയിലെ മുഴുവൻ പൗരപ്രമുഖരുമായി നിരന്തരമായി ബന്ധപ്പെട്ട് ഇവിടെ ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ആളുകൾക്ക് സീസൺ ടിക്കറ്റ് കൊടുക്കുന്ന കാര്യത്തില്, അവിടുത്തെ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ കാര്യത്തില് നിരന്തരമായി ബന്ധപ്പെട്ട് നിന്ന സഖാവ് പി കെ ബിജു തന്നെയാണ് വടക്കാഞ്ചേരിയുടെ ആലത്തൂരിന്റെ ജനനായകൻ എന്നതിലൊരു തർക്കം. ഒരു വനിതയ്ക്ക് കൂടി ഒരു ചോദ്യം ചോദിക്കാണ്ട്. ആരോടാണ് ചോദ്യം? ഞങ്ങൾക്ക് മൂന്നാളോട് ചോദിക്കാം. ഞങ്ങൾ ചേലക്കര പഞ്ചായത്തിൽ 4-ാം വാർഡിൽ നിന്ന് വരുന്നവരാണ്. ഞങ്ങൾക്ക് വികസനമല്ല ഞങ്ങൾക്ക് വലിയ, ഞങ്ങളുടെ നാടിനെ രക്ഷിക്കലാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾ ആ നാട് വോട്ട് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ 4-ാം വാർഡ്. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കാം. കോറിയുടെ വിഷയമാണ്. ഞങ്ങളുടെ 4-ാം വാർഡിൽ ഏകദേശം 300 ചില്ലാനം കുടുംബങ്ങളുണ്ട്. നാട്ടിഞ്ചിറ ആ 300 ചില്ലാനം കുടുംബങ്ങളില് തീർച്ചയായും ഇതൊരു മേഖലയിലെ പ്രസക്തമായ വിഷയമാണ്. ഏറെക്കാലം വാർത്ത ഇല്ല. അവിടെ അവർ 3 പേര് മറുപടി പറയാനുണ്ട്. അവർ പറയും. 3 പേർക്കും പറയാനുള്ള മറുപടി ഉണ്ടായിരിക്കും. അത് നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം ആ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ജനങ്ങളാണ്. ആ നാട്ടിൻചിറ മേഖലയിൽ നിന്ന് നിരവധി കാലമായി ആ കോറി സംബന്ധിച്ചുള്ള വാർത്തകൾ ഉയരുന്നു. ഇത് സംബന്ധിച്ച് 3 കക്ഷികളുടെയും പ്രതിനിധികളായ നിങ്ങളുടെ നിലപാടുകൾ അവരോട് വ്യക്തമാക്കി കൊടുക്കാം. ചേലക്കര ഇപ്പൊ പറഞ്ഞ 4-ാം വാർഡ് നിവാസികളുടെ സമരത്തിന് UDF ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അവിടെ ഒരു MLA ഉണ്ട്. ഇതുവരെ ആ സമരത്തിന് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും ഇത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, പരിസ്ഥിതി ഒരു സ്ഥലത്ത് സംരക്ഷിക്കണം എന്ന് പറയുകയും ഈ രാജ്യത്തെ എല്ലാ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത് CPM ആണ്. ഇവിടുത്തെ എല്ലാ കോറി മണൽ, ഇവിടെ ടിപ്പർ മൂവേഴ്സ് അസോസിയേഷൻ, എർത്ത് മൂവേഴ്സ് അസോസിയേഷനൊക്കെ അസോസിയേഷൻ ഉണ്ടാക്കി EP ജയരാജൻ അതിന്റെ തലപ്പത്ത് കയറിയിരിക്കുക. ഈ കോറി മണൽ മണ്ണ് മാഫിയയുടെ തലപ്പത്ത് EP ജയരാജൻ ഈ സംസ്ഥാനത്തിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഹലോ KPCC പ്രസിഡന്റ് ആ വിഷയത്തിൽ KPCC പ്രസിഡന്റ് ശ്രീ VM കോൺഗ്രസ് അവിടെ UDF LDF ഒരു മിനിറ്റ് സമയം ശ്രീ സേവർച്ചിക്കോട് ആ കോറിക്ക് ലൈസൻസ് കൊടുത്തത് ശ്രീ അജിയാണ്. നാട്ടുകാരുടെ മുന്നിൽ ഒരു മാസമാണ് സത്യാഗ്രഹം ചെയ്തത്. അവിടെ സത്യാഗ്രഹം പ്രസിഡന്റ് ആയിരിക്കും. കോറിക്ക് അനുമതി കൊടുത്തത് മാസമാണ് ആളുകൾ പന്തലികെട്ടി പഞ്ചായത്ത് പാരിസ്ഥിതിക പ്രശ്നം മുണ്ടത്തിക്കോട് പഞ്ചായത്ത് കമ്മിറ്റി ഒരു കോറിക്ക് ലൈസൻസ് കൊടുത്തിട്ടില്ല.
കോറിക്ക് ലൈസൻസ് കൊടുത്ത ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കോറി ലൈസൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ VM സുധീരൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഇതുവരെയുള്ള പിണറായി അച്യുതാനന്ദനോട് തർക്കം തീർത്തിട്ട് പറഞ്ഞാൽ പോലെ ശ്രീ അജിത് കുമാർ, ഈ വിഷയത്തിൽ ഈ നാട്ടിൻചിറ വിഷയത്തിൽ ശ്രീ സേവ്യർ താങ്കളിലേക്ക് വരും. ഈ വിഷയത്തിൽ അനധികൃതമായ അനുബന്ധത്തിന്റെ പേരിൽ തന്നെയാണ് സുധീരനും പിന്നെ ഉമ്മൻചാണ്ടി തമ്മിൽ തർക്കം. പിന്നെ രണ്ടു കൂട്ടരും മേൽപ്പാലത്തിന്റെ പണി കൊളാക്കിയ കോൺട്രാക്ടറാണ് CPM. ഈ വിഷയത്തിൽ UDF-ന്റെ നിലപാട് എന്താണ്? UDF-ന്റെ നിലപാട് പാരിസ്ഥിതിക പ്രശ്നം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കൊപ്പം തീർച്ചയായും ജനപക്ഷത്ത്. ശരി. ഇടതുമുന്നണിയുടെ വക്താവായ താങ്കൾ ഈ വിഷയത്തിൽ നാട്ടിൻചിറ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് എന്താണ്? അതുപോലെ തന്നെ ജനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ അവരുടെ ചോദ്യം പ്രസക്തമാണ്. എന്താണ് വിഷയം? സ്വാഭാവികമായും പാരിസ്ഥിതിക പ്രശ്നങ്ങളില് ജനങ്ങളാണ് പരമപ്രധാനം എന്ന നിലയ്ക്ക് നിലപാടെടുക്കുന്ന പാർട്ടിയാണ് CPIM. ഈ വിഷയം മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്നെ പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാര്യത്തിലും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് പിന്നെ ജനപക്ഷത്ത് നിന്ന് നിർവഹിക്കപ്പെടേണ്ടതാണ്. നാട്യാഞ്ചിറയിലെ ഒരു പ്രത്യേക പ്രശ്നമാണ്. അത് പഠിച്ച അഭിപ്രായം പറയേണ്ട ഒരു കാര്യമാണ്. ചേലക്കരയിൽ പോരാട്ടം നടത്തുമ്പോ നിങ്ങൾ അവിടെ ചോദിക്കേ. വടക്കാഞ്ചേരിയിലും കടങ്ങോടും ഈ മേഖലയ്ക്കകത്ത് പാരിസ്ഥിതിക പ്രശ്നം അവരുടെയൊക്കെ വക്താക്കളായ ആരാണ് നടക്കണമെന്ന് എല്ലാവർക്കും അറിയാം. നാട്ടില് കല്ല് വേണം, മണല് വേണം, നിർമ്മാണ പ്രവർത്തനം നടക്കണം, അതിന്റെ തൊഴിലാളികളുണ്ട്. അവരെ ആകെ അവഗണിച്ചുകൊണ്ട് അവരിത് ഇത്തരം നടപടികൾ നടപ്പാക്കേണ്ടത് എന്നുകൂടി KKNC-യോടുകൂടി ചോദിച്ചോളൂ. എന്റെ ബഹുമാന്യ സഹോദരി പ്രകടിപ്പിച്ച ആ വികാരത്തോട് പൂർണ്ണമായും യോജിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ആ ചേലക്കര നിയോജകമണ്ഡലം പ്രതികരിക്കാൻ ഒരു MLA ഉണ്ട്, സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുമുണ്ട്. ഇവർ രണ്ടു കൂട്ടരും അറിയാതെ ഇപ്രകാരം ഒരു സാഹചര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പരസ്പരം തല്ലുകൂടുന്നതെന്ന് എന്റെ ഒരു സംശയം ഉന്നയിക്കാൻ ആഗ്രഹിക്കുക. അവർക്കൊക്കെ ഈ കാര്യത്തിലുള്ള അധികാരം അവർക്ക് പലതും മറച്ചു വെക്കാനുണ്ട്. കുറെ വേളം കൂട്ടിയാൽ അത് മറച്ചു വെക്കപ്പെടും. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാര്യത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ കേരളത്തിന്റെ പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അത് ഒരു മാറ്റവും കൂടാതെ നടപ്പിലാക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി നയം. ആ കാര്യത്തിൽ കൂടി അഭിപ്രായം അച്യുതാനന്ദന്റെ നയം കൂടിയാണ്. പണ്ട് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ കൊണ്ടുവന്നപ്പോഴേ ഈ വിഷയത്തിൽ ഒരു കാര്യം പറയണ്ട. ഈ നാട്ടിൻചിറ വിഷയം വളരെ പ്രസക്തമായ ഒരു വിഷയമായിരുന്നു. ഈ നാട്ടിൻചിറ വിഷയമാണ് പ്രധാനം. നാട്ടിൻചിറ വിഷയം വളരെ പ്രസക്തമായിരുന്നു. അതുപോലെ പിന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം. ഈ നാട്യഞ്ചിറ വിഷയം വളരെ പ്രസക്തമായിരുന്നു. അതുപോലെ ഗൗരവമുള്ള നാട്യാഞ്ചിറയിൽ മാത്രമല്ല തൃശൂർ ജില്ലയ്ക്കകത്ത് വിവിധ മേഖലയ്ക്കകത്ത് സമഗ്രമായി പഠിച്ച് ജില്ലാ ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട സംവിധാനവുമാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. ഏതെങ്കിലും ഒരു പ്രദേശത്തെ മാർക്ക് ചെയ്തല്ല ആക്രമിക്കേണ്ടത്. കുണ്ടത്തിക്കോട് പഞ്ചായത്തിലെ ശ്രീ അജിത് കുമാർ കൊടുത്ത ലൈസൻസിന് എതിരായി അവിടെ ജനപക്ഷത്ത് നിന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ജനപക്ഷത്ത് തന്നെയാണ് ഈ കാര്യത്തിൽ നിൽക്കൊരു എന്റെ ചോദ്യം 3 പ്രതിനിധികളോടും കൂടിയിട്ടാണ്. അജിത് കുമാറാണ് കൊടുത്തത്. ചോദ്യം കേൾക്കുക, താങ്കൾ ചോദിക്കും. 3 പ്രതിനിധികളോട് കൂടിയിട്ടാണ് എന്റെ ചോദ്യം. ഈ വടക്കാഞ്ചേരി മേഖലയിലെ മുഴുവൻ കായിക താരങ്ങളുടെയും ഏക പ്രതീക്ഷ ഇവിടുത്തെ സ്കൂൾ ഗ്രൗണ്ടാണ്. ആ സ്കൂൾ ഗ്രൗണ്ടില് ഇവിടെ ഒരു പ്രധാനമന്ത്രിക്ക് വരാൻ വേണ്ടിയിട്ട് അവിടെ 3 പാഡ് ഉണ്ടാക്കി. അത് അവിടുന്ന് നീക്കം ചെയ്യാനോ ആ ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലാക്കാനോ അവര് ഇതുവരെ തയ്യാറായിട്ടില്ല. മാത്രമല്ല ആ ഗ്രൗണ്ടിന്റെ നടുക്ക് ഒരു സ്വകാര്യ വ്യക്തി കയ്യേറിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടത്തിനെ കുറിച്ച് ഇവിടുത്തെ 3 പ്രതിനിധികളുടെയും അഭിപ്രായം എന്താണ്? ഇവിടെ വടക്കാഞ്ചേരി ഈ നിയോജക മണ്ഡലത്തിൽ വടക്കാഞ്ചേരി ഗ്രൗണ്ടിന്റെ മാത്രമല്ല, വടക്കാഞ്ചേരി ഗ്രൗണ്ട് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് അതിന്റെ പ്രവർത്തനം നടക്കുകയാണ്. അതുപോലെ
രണ്ട് ഇൻഡോർ സ്റ്റേഡിയങ്ങൾ കായിക വികസനത്തിന് കൈപ്പറമ്പ് പഞ്ചായത്തിലും മുണ്ടത്തിക്കോട് പഞ്ചായത്തിലും 2 ഇൻഡോർ സ്റ്റേഡിയങ്ങൾ. ഗ്രൗണ്ടിന്റെ വിഷയം ഇവിടെ പ്രധാനമന്ത്രിമാര് വരുമ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി അല്ലെങ്കിൽ VIP വരുമ്പോൾ അത് കോൺഗ്രസ് അല്ല ഏത് പാർട്ടിയുടെ ആയാലും ചിലപ്പോൾ ചില ഗ്രൗണ്ടുകളൊക്കെ ഹെലിപ്പാഡായിട്ട് ഉപയോഗിക്കും. അത് ശാശ്വതമായിട്ടല്ല. അതൊക്കെ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. അല്ലാതെ അതൊക്കെ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. നാളെ ഈ സുഹൃത്ത് പ്രധാനമന്ത്രി ആയാലും വരുമ്പോൾ ചിലപ്പോൾ ഗ്രൗണ്ടുകളൊക്കെ ഉപയോഗിക്കും. അതൊന്നും ആ കായിക മേഖലയുടെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. അവിടെ 1 കോടി രൂപ അനുവദിച്ച സ്റ്റേഡിയം ഗാലറി സ്റ്റേഡിയം നിർമ്മിച്ച് ഏറ്റവും മനോഹരമാക്കിയ ഗ്രൗണ്ട് മാറ്റാൻ പേരോടും കൂടിയാണ് ചോദ്യം. ശ്രീ സേവർച്ചിട്ടില്ല 2 കൊല്ലം അതിനെ 7 കൊല്ലം ഇവിടെ ഭരിച്ചില്ലേ? ഗ്രൗണ്ടിലൊരു പൊടി കൊണ്ടുവന്നിട്ടോ താങ്കൾ പറയൂ. അതെ, ഒരു കാര്യം ചോദ്യത്തിന് മറുപടി പറയട്ടെ. അതെ, വടക്കാഞ്ചേരിയില് ഇപ്പൊ നമ്മള് തൊട്ടപ്പുറത്ത് ഒരു PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്. അത് പണി പൂർത്തിയാക്കിയിട്ട് അടിയന്തരമായി ഉദ്ഘാടനം ചെയ്യണ AC മൊയ്തീൻ കൊണ്ടുവന്നതാണ്. ഇവിടെ താലൂക്ക് ആസ്ഥാനത്ത് ഒരു PWD വളരെ പ്രധാനപ്പെട്ട താലൂക്ക് തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് കെട്ടിടമുണ്ട്. അതൊന്ന് ഉദ്ഘാടനം ചെയ്യേ. നമ്മുടെ ഫയർ സ്റ്റേഷൻ ഉണ്ട്, അതൊന്ന് ഉദ്ഘാടനം ചെയ്യേ. പോലീസ് സ്റ്റേഷന്റെ മുന്നില് ഒരു ഓഫീസ് കോംപ്ലക്സ് ഉണ്ട്, അതൊന്ന് ഉദ്ഘാടനം ചെയ്യേ. ഇതൊക്കെ AC മൊയ്തീൻ കൊണ്ടുവന്നതാ. അതൊന്ന് ഉദ്ഘാടനം ചെയ്യണപ്പാ. എന്നിട്ട് നിങ്ങൾ വർത്തമാനം പറയും. ഗ്രൗണ്ടിന്റെ കാര്യം വേറെയാ. ഗ്രൗണ്ടിന്റെ അതല്ല ഞാൻ പറയുന്നത്. 3 കൊല്ലായില്ലോ മന്ത്രി, 3 കൊല്ലായില്ലോ ഏത് മീറ്റിംഗിലും ശ്രീ ജിജോ താലൂക്ക് മീറ്റിംഗിനകത്ത് വന്നിരിക്കും. ജിജോ കുര്യന് അപ്പുറത്ത് വേറൊരാള് ജില്ല 12 പ്രതിനിധിയാണ്. 12 കൊമ്പത്താണ്. 12 അത് പറയണ VVIPക്ക് വന്നിറങ്ങാൻ വേണ്ടി ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഞങ്ങൾ അതിനൊന്നും എതിരല്ല. പക്ഷെ ഉടനെ തന്നെ പൂർവ്വസ്ഥിതിയിലാക്കണം. പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഗ്രൗണ്ടിനകത്ത് ഏകദേശം 3 അടിക്ക് താത്തി. നിങ്ങൾ മനസ്സിലാക്കിക്കോ, 3 അടിക്ക് താത്തി അതിനകത്ത് കല്ലിട്ടു, വീണ്ടും കോൺക്രീറ്റ് ഇട്ടു, വീണ്ടും കല്ലിട്ടു. ഒരിക്കലും കോരി മാന്താൻ കഴിയാത്ത രീതിയിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടത്താനുണ്ടായത്. ബോയ്സ് ഹൈസ്കൂളിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഏകദേശം 2 ഏക്കർ സ്ഥലമുണ്ട്. അത് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് വേണം അവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്താൻ. അത് അളന്ന് തിട്ടപ്പെടുത്തേണ്ടത് കോൺഗ്രസിന്റെ ഗവൺമെന്റും ഈ താലൂക്ക് ഓഫീസുമാണ്. അവിടുത്തെ PTA പ്രസിഡന്റ് നിരന്തരമായി താലൂക്ക് ഓഫീസിൽ കയറിയിറങ്ങുമ്പോൾ അത് അളക്കുന്നില്ല. കാരണം ഗ്രൗണ്ടിന്റെ കയ്യേറ്റുണ്ട്. ഗ്രൗണ്ടിന്റെ ഭൂമിയിലൂടെയാണ് റോഡ്. ആ റോഡിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ പൈയുടെ കെട്ടിടം പണിതിട്ടുണ്ട്. 7 വർഷമല്ല ഗ്രാമപഞ്ചായത്ത് ഈ പ്രവർത്തനങ്ങൾ നടത്തണം. 25 കൊല്ലത്തെ പാരമ്പര്യമുള്ള കോൺഗ്രസ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് സംരക്ഷിക്കപ്പെടണമെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇടപെട്ട് അതിന്റെ കോൺഗ്രസ് നേതാക്കന്മാരുടെ കയ്യേറ്റം വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് ഏറ്റെടുക്കണം. കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യേറ്റം അവസാനിപ്പിച്ച് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് വീണ്ടെടുക്കണമെന്നുള്ള അഭിപ്രായം. വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് നമ്പർ കൊടുത്തത് അന്വേഷണം നടത്തുന്നുള്ള അഭിപ്രായമാണ്. ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ഇത്രമാത്രം രാഷ്ട്രീയം കലർത്തുന്ന അഭിപ്രായം എനിക്കില്ല. എന്റെ ബഹുമാന്യ സുഹൃത്ത് പാർട്ടി മീറ്റിംഗിലാണോ പ്രസംഗിക്കുന്നത് തെറ്റിദ്ധാരേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് അവിടെ കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുവാൻ ചോദിച്ചുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യത്തിലും ഒറ്റക്കെട്ടായിട്ട് നിന്നൂടെ? ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഭരണപക്ഷത്തൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടുകാർ ഗവൺമെന്റ് ഭരിക്കുന്നവരെ സമരം ചെയ്യാം. ഈ വിഷയത്തായിട്ട് ഒരു കാര്യം മാത്രം പറയുന്നത് അതെ, വിവിധ കക്ഷികളുടെ പ്രതിനിധികളായി എത്തിയിട്ടുള്ള നിങ്ങൾ തമ്മിൽ തർക്കിക്കാൻ വേദിയിലേക്ക് മാറ്റരുത്. നിങ്ങൾ ദയവ് ചെയ്ത് വിവിധ കക്ഷികളുടെ പ്രതിനിധികളായി എത്തിയിട്ടുള്ളവരാണ് ഇവരെല്ലാവരും. ഇവർ തമ്മിലുള്ള ഒരു തർക്കമാക്കി മാറ്റരുത്. ഒരു ബഹളത്തിൽ മുങ്ങേണ്ട ഒരു അവസ്ഥയല്ല ഉണ്ടാവേണ്ടത്. ഈ ആലത്തൂർ മണ്ഡലത്തിൽ, ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഒരു MP ദയവ് ചെയ്ത് ഒരു ബഹളം ഉണ്ടാക്കുന്ന, നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഓരോരുത്തർ സമയം അനുവദിച്ചു തരുന്നുണ്ട്, വികസന പ്രശ്നങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി കാര്യങ്ങൾ വികസന പ്രശ്നങ്ങളിലൂന്നാതെ പരസ്പരമുള്ള ആരോപണങ്ങളിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ ഈ വിഷയങ്ങൾ എത്തിച്ചേരുകയില്ല. എല്ലാവർക്കും
ഓരോരുത്തർക്കും വിഷയങ്ങളുണ്ടായിരിക്കും. ഈ വിഷയത്തിൽ TCVക്ക് ഒരു നിലപാടുണ്ട്. ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്ത് വികസന കാഴ്ചപ്പാടുകളാണ് ഉണ്ടാവേണ്ടതെന്നും ഈ വിഷയത്തിൽ ശ്രീ അജിത് കുമാർ, താങ്കളുടെ പ്രതിനിധി ഇവിടെയുണ്ട്. ശ്രീ അജിത് കുമാർ, ചോദ്യങ്ങൾ എല്ലാവരിലേക്കും തരുമ്പോൾ നിരവധി ആളുകൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട്. ആർക്കാണ് ചോദ്യം? എല്ലാവർക്കും ദയവ് ചെയ്ത് ചുരുക്കി പറയാം. അങ്ങനെ കഴിയില്ല. ഇവിടെ എല്ലാവർക്കും UDFന്റെ പ്രതിനിധി ശ്രീ അജിത് കുമാർ ഇവിടെയുണ്ട്. ഇടതുമുന്നണിയുടെ പ്രതിനിധി സേവർ ചിറ്റ്ലിപ്പിൻ ദയവ് ചെയ്തിരിക്കും. BJPയുടെ പ്രതിനിധി ശ്രീ രവികുമാർ ഉപ്പത്തുണ്ട്. ഈ സ്ഥാനാർത്ഥികളുടെ എല്ലാം കക്ഷികളുടെ പ്രതിനിധികൾ ഇവിടെ മത്സരിക്കുന്നുമുണ്ട്. ഒന്ന് KA ഷീബയാണെങ്കിൽ മറ്റൊന്ന് PK ബിജു ആണ്, മറ്റൊന്ന് ഷാജിമോൻ വട്ടേക്കാട്ടാണ്. ജനങ്ങൾക്കുള്ളിലുള്ള സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം, ഇവർ ജയിച്ചു വന്നാൽ തങ്ങളുടെ മണ്ഡലത്തിന് എന്ത് ലഭിക്കും എന്നുള്ളതാണ്. ശ്രീ അജിത് കുമാർ, ഒരു കാര്യം മാത്രം ഞാൻ ചുരുക്കി പറയുന്നു. 2 മിനിറ്റ് വീതം മാത്രം സമയമെടുക്കുക. ദയവ് ചെയ്ത് 2 മിനിറ്റ് വീതം മാത്രം സമയമെടുക്കുക. ഇത് ഒരാൾ പറയുമ്പോൾ ദയവ് ചെയ്ത് സേവർ ചിറ്റുപള്ളി താങ്കൾ ഇടപെടരുത്. അദ്ദേഹം പറയുമ്പോൾ താങ്കളും ഇടപെടരുത്. അദ്ദേഹം വളരെ നിഷ്പക്ഷനായി ഇടപെടാതെ നിൽക്കുന്നുണ്ട്. ഇത് നിങ്ങൾ തമ്മിലുള്ള തർക്കമായി മാറിയാണ്. ദയവ് ചെയ്ത് എന്റെ ചോദ്യത്തിന് മറുപടി പറയുക. ഈ ചോദ്യത്തിന് മറുപടി താങ്കളുടെ കക്ഷിയുടെ പ്രതിയാണ് ജയിച്ചു. ശ്രീ സേവർ ചിറ്റുപള്ളി, ദയവ് ചെയ്ത് മോഡറേറ്റർ ആയിട്ടുള്ള സ്വാതന്ത്ര്യം, ദയവ് ചെയ്ത് ആങ്കർ ആയിട്ടുള്ള എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകുക. നിങ്ങൾ 3 പേരും ഇടപെട്ടാൽ ദയവ് ചെയ്ത് എനിക്കുള്ള സ്വാതന്ത്ര്യം നൽകുക. ഇങ്ങനെ താങ്കൾ ഇടപെടുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ദയവ് ചെയ്ത് എനിക്കുള്ള സമയം തരിക, എനിക്കുള്ള സ്വാതന്ത്ര്യം തരിക. 2 മിനിറ്റ്. താങ്കളുടെ KA ഷീബ സ്ഥാനാർത്ഥി ജയിച്ചു വരികയാണെങ്കിൽ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഈ ആലത്തൂർ മണ്ഡലത്തിൽ? ദയവ് ചെയ്ത് ശ്രീ സേവർ ചിറ്റുപള്ളി അദ്ദേഹം പറയട്ടെ. താങ്കളുടെ സ്ഥാനാർത്ഥി KA ഷീബ ജയിച്ചു വരികയാണെങ്കിൽ എന്ത് വികസന പ്രവർത്തനം നടത്തും? ചുരുക്കി പറയുക. KA ഷീബ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UPAക്കും UDFനും റോഡ് ടാർ ഇയാൾ ഏർപ്പാട് ചെയ്യുന്നേ. അദ്ദേഹം പറയട്ടെ. അത് ഈ സംസാരം ചിലവർക്ക് അറിയാതെ മൂത്രം പോണ പോലെയാണ് ഈ സംസാരം പറഞ്ഞത്. ഒരു രക്ഷയില്ല, നിർത്താൻ പറ്റില്ല. വേറെ യാതൊന്നും പറഞ്ഞില്ല. വിഷയത്തിലേക്ക് വരിക. എന്തായാലും ഇവിടെ UDFനും കോൺഗ്രസിനും ഒരു വികസന സംസ്കാരമുണ്ട്. ഇവിടെ ഷീബയുടെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വികസന വിഷയങ്ങൾ മദന, നിന്റെ കാര്യം എന്നെ കൊണ്ട് മൈക്കിൽ പറയിപ്പിക്കരുത്. നിന്റെ കാര്യം എന്നെ കൊണ്ട് മൈക്കിൽ പറയിപ്പിക്കരുത്. ഇവിടെയല്ല, ഇവിടെയാ. വികസന വിഷയങ്ങൾ പറയുക. ഇന്നലെ വരെ RSS കളക്കണത്. വികസന വിഷയങ്ങൾ പറയൂ. അതായത് CN ബാലകൃഷ്ണൻ MLA ആയിരുന്ന സമയത്ത്, MLA ആയ ഉടൻ തന്നെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിളിച്ച് കിലയിൽ ശില്പശാല നടത്തി ഈ നിയോജക മണ്ഡലത്തിൽ 5 വർഷത്തേക്ക് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. അതേ മാതൃകയിൽ ഷീബ MP ആയാൽ ആലത്തൂർ മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും MLA മാരെയും വിളിച്ചിരുത്തി ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് രവീന്ദ്രനാഥ് ഒന്നിരിക്കെ ഈ നിയോജക മണ്ഡലത്തിൽ നടത്തേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്ത് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി 5 വർഷത്തിൽ നടപ്പിലാക്കാനുള്ള ശക്തമായ നടപടി ഷീബയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലാതെ പാർട്ടി ഓഫീസിലല്ല ഞങ്ങളുടെ വികസനം. ഇത്രയുമാണ് അദ്ദേഹം പറയാനുള്ളത്. അദ്ദേഹം ഓരോ കക്ഷികൾക്കും അവരുടെ പ്രതിനിധികൾക്ക് കാഴ്ചപ്പാടുകൾ പറയാനുണ്ടായിരിക്കാം. ഇടതുമുന്നണിയുടെ പ്രതിനിധിക്ക് ശ്രീ PK ബിജു സ്ഥാനാർത്ഥിയായി വീണ്ടും ഒരിക്കൽ കൂടി MP ആയി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇടതുമുന്നണിയുടെ പ്രതിനിധി എന്ത് ചെയ്യും? PK ബിജു എന്ത് ചെയ്യും? അപ്പൊ ആദ്യം ഡോണല്ല, CPMകാരുടെ വോട്ട് മേടിച്ചിട്ട് TV ചിഹ്നത്തിൽ ജയിച്ച മോഹൻദാസ് എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ രാഷ്ട്രീയമായിട്ട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിലപാടും മാറ്റമൊക്കെ ഉണ്ടാവും. ആ വർത്താനൊന്നും പറയണ്ടല്ലോ. വോട്ട് മേടിച്ച മോഹൻദാസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ വർത്താനൊന്നും പറയണ്ട. ഞാൻ വിഷയത്തിലേക്ക് വരാം. അല്ല, ആ കാര്യമൊന്നും പറയാൻ കണ്ട. എന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റണേന്ന് പറഞ്ഞിട്ട് ഹർത്താൽ നടത്തിയ ആളാണ് സ്വന്തം പാർട്ടിക്കെതിരായിട്ട് എൻ അജയ് കുമാർ. ശരി, ഇതാണ് PK ബിജു പറയട്ടെ. രാഷ്ട്രീയമായിട്ടുള്ള ആളുകളുടെ മാറ്റമൊന്നും പറയണ്ട. വിഷയം പറയണ്ട. PK ബിജു വന്നാൽ എന്ത് ചെയ്യും? PK ബിജു ഈ മണ്ഡലത്തിനകത്ത് വലിയ വികസന മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? അതിന്റെ തുടർച്ച തീർച്ചയായും ഏറ്റെടുക്കും. നമുക്കറിയാം ആദർശ് സ്റ്റേഷനായി
വടക്കാഞ്ചേരി ഉയർത്തിയിട്ടുണ്ട്. അത് പടിപടിയായ നിരവധിയായ പ്രവർത്തനമാണ്. മറ്റേ ഇന്ത്യയിൽ തന്നെ 10-12 റെയിൽവേ സ്റ്റേഷനുകളാണ് അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും തലപ്പള്ളി താലൂക്കിന്റെ ആസ്ഥാനമായ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ ആദർശ് സ്റ്റേഷന്റെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട തുടർച്ച ഏറ്റെടുക്കും. ഇപ്പൊ അദ്ദേഹം കുടിവെള്ള പദ്ധതികൾക്ക്, അതുപോലെ തന്നെ അംഗൻവാടികൾക്ക്, വായനശാലകൾക്ക് എന്നിങ്ങനെ അടിസ്ഥാനപരമായി പിന്നെ വികസന മേഖലയ്ക്കകത്ത്, സേവന മേഖലയ്ക്കകത്ത് നിരവധിയായ പ്രൊജക്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ഡേ കെയർ സെന്റർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന് വിഭാവനം ചെയ്ത പ്രൊജക്ടുകളാണ്. ആ പ്രൊജക്ടുകളുടെ തുടർച്ച സ്വാഭാവികമായും ആ MP വീണ്ടും അധികാരത്തിൽ വരേണ്ടതുണ്ട്. തീർച്ചയായും വികസന തുടർച്ചയ്ക്കാണ്, അനിവാര്യമായ വികസന തുടർച്ചയാണ് സഖാവ് PK ബിജുവിന്റെ പ്രവർത്തന ലക്ഷ്യം. ആ പ്രവർത്തന ലക്ഷ്യം സ്വാഭാവികമായും പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും കഴിവുകൾ കൊണ്ട്, ഇടപെടൽ കൊണ്ട് നിരവധി കാര്യങ്ങൾ നേടിയെടുക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ശ്രീ PK ബിജുവിന്റെ പ്രവർത്തനം. അതിന്റെ തുടർച്ച ന്യായമായും ഉണ്ടാകും. BJPയുടെ ഒരു പ്രതിനിധി ഇവിടെ ജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗമൊന്നും വിളിക്കണം. ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതൊരു കാർഷികാധിഷ്ഠിതമായിട്ടുള്ള നിയോജകമണ്ഡലമാണ്. ഈ നിയോജകമണ്ഡലത്തിന്റെ അകത്തുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കി അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിക്കാൻ സകല നടപടികളും കേന്ദ്ര ഭരണ സംവിധാനത്തും നേടിയെടുക്കുന്നതാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ള കാര്യം. മറ്റൊരു കാര്യം, ഭാരതപ്പുഴ കടന്നു പോകുന്ന ഒരു ഭൂപ്രദേശമാണ് നമ്മുടേത്. പക്ഷേ ഈ ഭാഗത്ത് പല ഭാഗത്തും കുടിവെള്ളത്തിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായിട്ടുള്ള ക്ഷാമം അത് പരിഹരിക്കാൻ ആവശ്യമായിടത്ത് തടവണകൾ കെട്ടി കുടിവെള്ള ക്ഷാമം പരിഹരിക്കുവാനും കൃഷിക്കും ആ വെള്ളം ലഭ്യമാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുക. തൊട്ടപ്പുറത്തെ റെയിൽവേ സ്റ്റേഷൻ അത് ആദർശ റെയിൽവേ സ്റ്റേഷൻ ആയിട്ടുണ്ടെങ്കിലും പദ്ധതികളെല്ലാം കടലാസിലാണ്. അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സത്വരമായ നടപടികൾ സ്വീകരിക്കുവാൻ കേന്ദ്ര ഭരണത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതാണ്, നടപടികൾ സ്വീകരിക്കുന്നതാണ് പറയാനുള്ളത്. ഒപ്പം നമുക്കറിയാം, നമ്മുടെ ശീതീകരണ സംഭരണശാല തറക്കല്ലിട്ടതല്ല, അത് നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കാൻ വേണ്ടി കേരള സർക്കാരുകളുടെ ഫണ്ട് അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള സത്വരമായ നടപടികൾ സ്വീകരിക്കും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, സഹകരണ മേഖലയിൽ ഒരു കോളേജ് അനുവദിച്ചെങ്കിലും വടക്കാഞ്ചേരി അതിന്റെ ഗുണഫലം അനുഭവിക്കാനിടയായിട്ടില്ല. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ. അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നു, തൃശൂർ മെഡിക്കൽ കോളേജിന്റെ ഭൂരിഭാഗം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മണ്ഡലത്തിലാണ്. അവിടെയുള്ള വികസനം അത് ഇന്ന് നമുക്കറിയാം കടലാസ് തുടങ്ങുകയാണ്. കുടിവെള്ളം പോലും രോഗികൾക്ക് ലഭ്യമല്ല. അതുകൊണ്ട് ആ മെഡിക്കൽ കോളേജില് കൂടുതൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ നമ്മുടെ തൃശൂർ ജില്ലയിലുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങളാണ്, കുന്നംകുളവും വടക്കാഞ്ചേരിയും ചേലക്കരയും. ജനങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു MP വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭയിലേക്ക് അയക്കുമ്പോൾ ഈ നാട്ടിലുള്ള എന്ത് വിഷയങ്ങൾ തീർക്കും എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള ചോദ്യം. അവർക്ക് രാഷ്ട്രീയത്തിലുള്ള തർക്കത്തിനപ്പുറം അവരുടെ നാടിന്റെ വികസനം അത്യാവശ്യമാണ്. പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ടായിരിക്കാം, തർക്കങ്ങളുണ്ടായിരിക്കാം. എന്തായാലും ഒരു MP തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്ത് നടപ്പാക്കേണ്ടി വരും എന്നുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ഇവിടെയും നിരവധി വികസന പ്രശ്നങ്ങൾ കുറച്ചാണ് എന്നുള്ളതിൽ TCVക്ക് ഖേദമുണ്ട്. വികസന വിഷയങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് ഉയർന്നു വന്നത് എന്നുള്ളതിൽ TCVക്ക് ഖേദമുണ്ട്. എന്തായാലും ആര് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നാലും ആ വികസന വിഷയങ്ങൾ അവരുടെ കൺമുന്നിൽ ഉണ്ടാവുകയും അതിൽ വേണ്ട ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ 3 നിയമസഭാ മണ്ഡലങ്ങളുടെയും ഒപ്പം തന്നെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെയും വിഷയങ്ങൾ ഏറ്റവും ഭംഗിയായി അവർ കൈകാര്യം ചെയ്യും എന്നുള്ള പ്രത്യാശയോടുകൂടി വടക്കാഞ്ചേരിയുടെ മണ്ണിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പോരാട്ടത്തിന് ഇവിടെ തിരിച്ചു വീഴുകയാണ്. നന്ദി, നമസ്കാരം.